ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും പരിവർത്തിത ക്രൈസ്തവരെയും വിലക്കി ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. സംഭവം വർഗീയതയുടെ പുതിയ രഥയാത്രയുടെ തുടക്കമെന്നാണ് സിറോ മലബാർ സഭ വിമർശിക്കുന്നത്. ഒരു വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്ന നടപടി എന്നും വിമർശനം. ഈ മന്ത്രിയുടെ ഈ പ്രസ്താവന അത് ചിത്രമടക്കം സിറോ മലബാർ സഭയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ 8 ഗ്രാമങ്ങളിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ ഉയർന്നതായിട്ട് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഈ ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരനായിട്ടുള്ള ഒരാൾ സമർപ്പിച്ച ഹർജി ഇത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. എന്നാൽ ഈ ഹർജി തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ സിറോ മലബാർ സഭ രംഗത്തെത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നടപടികൾ പുതിയ ഒരു വർഗീയതയുടെ പരീക്ഷണമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സഭയുടെ പ്രസ്താവനയിൽ കാണുന്നത്. അതായത് വർഗീയതയുടെ പുതിയ രഥയാത്രയുടെ തുടക്കമാണിത്. അതായത് രണ്ടാം കിട പൗരന്മാരാക്കിയിട്ട് ഒരു വിഭാഗത്തെ മാറ്റുന്ന ഒരു നടപടിയാണിത്. വിഭജനത്തിന് ശേഷം രാജ്യം കണ്ട വിഭജനപരമായിട്ടുള്ള ഒരു അതിർത്തി സൃഷ്ടിക്കുന്ന നടപടിയാണിതെന്നും ഈ ഒരു പ്രസ്താവനയിലുണ്ട്. ഏതായാലും കോടതിയുടെ ഈ ഒരു നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സഭയുടെ തീരുമാനമെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പായിട്ടാണ് ഈ പോസ്റ്റ് ഇപ്പോൾ സഭ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും മറ്റ് ഏതൊക്കെ നടപടികളിലേക്ക് സഭ കടക്കും എന്നുള്ള കാര്യമൊക്കെ ഇനി സഭാ അധികൃതർ വ്യക്തമാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.